ഹിസ്റ്ററി ഓഫ് കോപ്പി റൈറ്റിംഗ്. എന്താണ് കോപ്പി റൈറ്റിങ്ങിൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ കോപ്പി റൈറ്റിങ്ങിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പം കോപ്പി റൈറ്റിങ്ങിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ 3000 BC മുതൽ കോപ്പി റൈറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഫോംസ് ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് 3000 BCയിൽ പല രീതിയിലുള്ള മെഡിസിൻസ് വിൽക്കാനായിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് കവർ ചെയ്യുന്ന രീതിയിൽ കുറേ നോട്ടീസ് ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതുന്ന, പേപ്പറും അതുപോലെ ഈ ഇലകളിലൊക്കെ എഴുതുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് 3000 BC മുതൽ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന പത്രപരസ്യങ്ങൾ മുതൽ TV ആഡ്സ് വരെ കാണുന്ന ഇന്നത്തെ മോഡേൺ ഫോംസ് ഓഫ് കോപ്പി റൈറ്റിംഗ്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള കോപ്പി റൈറ്റിംഗ് വരുന്നത് 19th സെഞ്ച്വറിയോട് കൂടിയാണ്. അതായത് പത്രമാധ്യമങ്ങൾ, ബേസിക്കലി പ്രിന്റ് ആഡ്സ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജി കൂടുതൽ ഇംപ്രൂവ് ആവുന്ന സമയത്താണ് ആ മീഡിയത്തിനോടനുബന്ധിച്ച് കോപ്പി റൈറ്റിംഗ് വന്നിട്ടുള്ളത്. പിന്നെ പ്രിന്റിങ്ങിന് ശേഷം റേഡിയോ ആഡ്സ് വന്നു. റേഡിയോ ആഡ്സിന് ശേഷമാണ് TV ആഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ കോപ്പി റൈറ്റിങ്ങിൻ്റെ ഒരു എവല്യൂഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് അതത് കാലഘട്ടത്തിലെ പ്രമുഖ മീഡിയം ഏതാണോ ആ മീഡിയത്തിനോട് അനുബന്ധിച്ചാണ് കോപ്പി റൈറ്റിംഗ് ട്രെൻഡ്സ് ഡെവലപ്പായി വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ എത്തി നിൽക്കുന്നത് ഡിജിറ്റൽ കോപ്പി റൈറ്റിങ്ങിലാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കോപ്പി റൈറ്റിങ്ങിലാണ്. അപ്പോൾ കോപ്പി റൈറ്റിങ്ങിൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് 3000 BC തൊട്ട് അന്നത്തെ കാലഘട്ടം മുതൽ പിന്നെ പ്രിന്റ് ആഡ്സ് വന്നു, അതുപോലെ റേഡിയോ ആഡ്സ് വന്നു, TV ആഡ്സ് വന്നു, ഇപ്പം ഇൻ്റർനെറ്റിലെത്തി നിൽക്കും. ഇതാണ് കോപ്പി റൈറ്റിങ്ങിൻ്റെ ഒരു സ്മോൾ എവല്യൂഷൻ. ഈ പ്രിന്റ് ആഡ്സിന് ശേഷമാണ് റേഡിയോ ആഡ്സും TV ആഡ്സും വരുന്നത്. അതിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, TV ആഡ്സ് വന്നതോടുകൂടിയാണ് അഡ്വർടൈസിങ് കുറേ കൂടെ ആളുകളിലേക്ക് എത്താനായിട്ട് തുടങ്ങിയത്. കാരണം TV വരുന്ന സമയത്ത്, അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ടെലിവിഷൻ്റെ ആ ഒരു കൾച്ചർ ഫോം ചെയ്യപ്പെടുന്ന സമയത്ത് അതൊരു വളരെ കൗതുകമുണർത്തിയ ഒരു മീഡിയ ആയിരുന്നു TV. കാരണം അതുവരെ ആളുകൾ റേഡിയോ അല്ലെങ്കിൽ പത്രം, ആ രണ്ട് മാധ്യമങ്ങളിലൂടെ ആയിരുന്നു അതുവരെയുള്ള ഒരു ഇൻട്രാക്ഷൻ. TVയും കൂടെ വന്നപ്പോൾ അതിൻ്റെ സാധ്യതകളും ആക്ച്വലി അഡ്വർടൈസേഴ്സ് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് ഡിബീസ് എന്ന് പറയുന്ന ഡയമണ്ട് ബ്രാൻഡിൻ്റെ ഒരുപാട് അഡ്വർടൈസിങ്സ് വന്നു. അതുപോലെ ഫോക്സ് വാഗൻ്റെ അഡ്വർടൈസിങ്സ് വന്നു. പിന്നെ നൈക്കിയുടെ, നിങ്ങൾക്കെല്ലാം അറിയാം, സ്പോർട്സ് ബ്രാൻഡാണ്. അപ്പം നൈക്കിയുടെ ജസ്റ്റ് ഡു ഇറ്റ് എന്ന ക്യാമ്പയിൻ വരുന്നത് ആക്ച്വലി ഈ ഒരു കാലഘട്ടത്തിലാണ്. TVക്ക് ശേഷമാണ് നമുക്കറിയാം ഇൻ്റർനെറ്റ് വരുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റും അതുപോലെ കോപ്പി റൈറ്റേഴ്സും അഡ്വർടൈസേഴ്സും ഇൻ്റർനെറ്റിൻ്റെ ആ ഇൻഫ്ലുവൻസ് ഉപയോഗപ്പെടുത്തി അഡ്വർടൈസിങ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് ഇപ്പോൾ സെർച്ച് എൻജിൻസ്, അതുപോലെ അതൊക്കെ ഒരുപാട് രീതിയിൽ ആളുകളെ സ്വാധീനിക്കാനും സെർച്ച് എൻജിൻസ് വഴി ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കപ്പെടാനും തുടങ്ങിയത്. അപ്പോൾ ഇൻ്റർനെറ്റ് പീരീഡിൽ കോപ്പി റൈറ്റിങ്ങിൻ്റെ സ്റ്റൈൽ തന്നെ ഒരുപാട് മാറി. കാരണം ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ഇൻട്രാക്ഷൻസ് നടക്കുന്ന ഒരു സ്പേസാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്ന സമയത്തോ ചുറ്റും നിങ്ങൾക്ക് ഒരുപാട് ക്ലിക്കബിൾ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഈ അറ്റൻഷൻ, ആളുകളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനുള്ള ഒരു പ്രൈമറി ഒബ്ജക്റ്റീവാണ് കോപ്പി റൈറ്റേഴ്സിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ SEO ആ ഒരു രീതിയിലേക്ക് മാറി കോപ്പി റൈറ്റേഴ്സ്. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ലഭിക്കുന്ന ഒരുപാട് റിസൾട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ആദ്യം ആളുകളിലേക്ക് എത്താനുള്ള ഒരു ഗോളായിരുന്നു കോപ്പി റൈറ്റേഴ്സിന് ഉണ്ടായിരുന്നത്.